1,50,000 അല്ല 1,50,000 മേളിൽ ഓടിയ ഒരു സാൻട്രോ CNG ആണ്. ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും ഇതുപോലെ പോലീസ് ചെക്കിങ് വരുമ്പോൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഇത് ഇന്ന് വരെ ഒരു ഫൈനോ കാര്യങ്ങളോ നമുക്ക് വന്നിട്ടില്ല. പോലീസുകാർ വളരെ സൗഹൃദപരമായിട്ടാണ് ഇതിനകത്ത് പെരുമാറാറുള്ളത്. ടൗണിൽ 30, ലോങ് ആണെങ്കിൽ 38, 40 വരെയൊക്കെ. ഇത് വെച്ചോടുകൂടി വണ്ടിയുടെ ലുക്കും മാറി, എന്റെ ആവശ്യങ്ങളും നടന്നു. ഇപ്പൊ CNG വില എത്രയാണ്? CNG കാർ ആണെങ്കിൽ ഫില്ലിംഗ് ടൈമിന് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മാറി നിൽക്കണം പുറത്തേക്ക്. സെമി ഹൈബ്രിഡ് ആണ് കാർ, അതായത് പെട്രോൾ കം CNG ആണ്. പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. അത്രയും സർവീസ് കോസ്റ്റ് വരുന്നുണ്ട്. വെൽക്കം ടു ഓട്ടോഫൈൽ. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു യൂസർ എക്സ്പീരിയൻസ് ഒരു സാൻട്രോയുടെയാണ്. സാൻട്രോ നമുക്ക് നിർത്തിപ്പോയ കാറാണ്, പക്ഷേ ഇതൊരു സാൻട്രോ CNG വെർഷനാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായി നമുക്ക് അതിൻ്റെ യൂസറെ നമുക്ക് വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം. ഹലോ. ഇതാണ് നമ്മുടെ സാൻട്രോ CNG യൂസ് ചെയ്യുന്ന നമ്മുടെ യൂസർ. ഈ സാൻട്രോ ഒരു 1,50,000 അല്ല 1,50,000 മേളിൽ ഓടിയ ഒരു സാൻട്രോ CNG ആണ്. സോ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് യൂസറോട് ചോദിച്ചറിയാം. സോ ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ പേര് നിതീഷ്, ഞാൻ പട്ടണക്കാടാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന എറണാകുളമാണ്. ലൈക്ക് ജോലിയുടെ ഭാഗമായിട്ട് ഓൾ കേരള ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. അപ്പോൾ മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ. സോ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ഓക്കെ. ഇത് ആദ്യത്തെ വണ്ടിയാണോ? എൻ്റെ ആദ്യത്തെ വണ്ടിയാണ്. ഓക്കെ. എത്ര നാളായി ഈ വണ്ടി എടുത്തിട്ട്? 2 വർഷം കഴിഞ്ഞു. 2 years ആയി. അതെ. അപ്പോൾ ഈ 2 years കൊണ്ടാണ് 1,50,000 എന്നുള്ള കിലോമീറ്റർ കവർ ചെയ്തത്. അതെ. ഇത് ഫ്രഷ് പുതിയ വണ്ടി എടുത്തായിരുന്നു? അല്ല, ഞാൻ എടുക്കുമ്പോൾ വണ്ടി 12,000 കിലോമീറ്റർ ആണ്. ഞാൻ CNG പ്രിഫർ ചെയ്ത് നോക്കി. എനിക്ക് CNG വണ്ടിയായിട്ട് ഞാൻ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എടുത്തതാണ്. അപ്പൊ വണ്ടി എടുത്ത സമയത്ത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 12,000 കിലോമീറ്റർ. 12,000 കിലോമീറ്റർ. അതെ. ഇപ്പോ എത്ര നാളായി വണ്ടി എടുത്തിട്ട്? ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. 2 വർഷത്തിനുള്ള 12,000 മാറ്റി എടുത്തേക്ക് കഴിഞ്ഞാൽ 1.4 lakh അടുത്ത് ഓടിക്കുന്നു. സോ ആ സമയത്ത് ഇലക്ട്രിക് എന്നുള്ളൊരു കൺസെപ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടുണ്ട്? അല്ല, അന്ന് ഇലക്ട്രിക് ജനപ്രിയമല്ല. രണ്ടാമത്തെ എന്റെ ഫ്രണ്ട്സ് 1-2 ഈ പറഞ്ഞ മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു, ഇപ്പൊ നീ EV എടുക്കണ്ട, EV എടുക്കാൻ ടൈം ആകട്ടെ, എൻ്റെ ഒരു ഇപ്പൊ സ്റ്റാർട്ടിംഗ് ടൈമാണ്. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ സ്ട്രഗ്ലിംഗ് പീരീഡ് ഭയങ്കരമായിരിക്കും. അപ്പൊ ഇതൊന്ന് സ്മൂത്ത് ആയി കഴിഞ്ഞ് EV ഒന്ന് ചുരുക്കെ ഡെവലപ്പ് ആയിട്ട് അപ്പൊ അങ്ങനെയാണ് നമ്മള് എനിക്ക് എക്കണോമിക്കലി നമുക്ക് മൈലേജ് പ്രശ്നമാണല്ലോ. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് CNG തിരക്കി വന്നപ്പോൾ CNG വണ്ടി പുതിയതിന് നോർമൽ വണ്ടിയേക്കാളും 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വില കൂടുതലാണ്. സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ലക്കിലി ഒരു 12,000 കിലോമീറ്റർ ഓടിയ വണ്ടി എടുത്തതാണ്. സോ ഇപ്പൊ ഒരു ടൈം ആയെന്ന് തോന്നുന്നുണ്ടോ EV എടുക്കാനായിട്ടുള്ള? ഇപ്പൊ ടൈം ആയിട്ടുണ്ട്. അതിന്റെ ഗുണം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ലാസ്റ്റ് ഡേ ഗഡ്കരി പറഞ്ഞിരുന്നത് ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഒക്കെ വില ഇനിയും കുറയാനുള്ള സാഹചര്യം ഗവൺമെന്റ് ചെയ്യുമെന്നാണ്. സോ ഇപ്പൊ ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ അങ്ങനെ പറയുമ്പോൾ ഡെവലപ്മെന്റ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഹോപ്പ്ഫുള്ളി നമ്മൾ അടുത്ത വർഷത്തേക്ക് വെയിറ്റ് ചെയ്യണം. സോ കമ്മിങ് ബാക്ക് ടു നമുക്ക് സാൻട്രോ CNGയിലേക്ക് വരാം. ഇപ്പം 1,50,000 ആയി. അതെ. എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ നേരിട്ട പ്രശ്നങ്ങൾ ഇത്രയും കിലോമീറ്റർ വന്നപ്പോഴത്തേക്കും? കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിലോമീറ്റർ അനുസരിച്ച് സർവീസ് കോസ്റ്റ് കൂടും. ലൈക്ക് നമ്മളൊരു 10,000 കിലോമീറ്റർ ഓടുമ്പോൾ ഉണ്ടായിരുന്ന സർവീസ് ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി ഒരു 6K to 8K നമുക്ക് 10, 12, 15 കിലോമീറ്ററിൽ വെച്ചിട്ട് സർവീസ് കോസ്റ്റ് വരുന്നുണ്ട്. അത്രയും സർവീസ് കോസ്റ്റ് വരുന്നുണ്ട്. 5K to 8K അപ്രോക്സിമേറ്റ്ലി. അതപ്പോ നമുക്ക് റണ്ണിങ്ങിൽ അത് ശരിക്കും അതായത് നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും എപ്പോഴും. കാരണം ഇത് പറഞ്ഞ പോലെ CNG ഫിൽറ്റർ ഉണ്ട്, നോർമൽ ഫിൽറ്റർ ഉണ്ട്. അപ്പൊ അതൊക്കെ റെഗുലറൈസ് ചെയ്ത് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രഷ്നെസ് നമുക്ക് ഡ്രൈവിൽ കിട്ടും. നമുക്ക് ഈ സർവീസ് ചെയ്യുന്നതിനോടൊപ്പം ഈ CNG ടാങ്കിന് എന്തെങ്കിലും സർവീസ് 3 വർഷം കൂടുമ്പോൾ അതിന്റെ കാലിബ്രേഷൻ ഉണ്ട്. അതായത് ഈ CNGയുടെ ടാങ്ക് നമ്മുടെ നോർമൽ ഗ്യാസ് ടാങ്ക് പോലെ ഇത് 3 വർഷം കൂടുമ്പോൾ നമ്മൾ അതിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ പ്രഷർ കംപ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ പവർ അറിയാൻ വേണ്ടിട്ട് കാലിബ്രേഷൻ ഉണ്ട്. 3 വർഷം കൂടുമ്പോൾ നമ്മൾ റിന്യൂ ചെയ്യണം. 3 year ആണ് അതിന്റെ. ഇപ്പൊ 1,50,000 ഓടിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് നമുക്ക് ശരിക്കും ചോദിച്ചറിയാൻ പറ്റുമല്ലോ ഇത്രയും കാര്യം. സോ ഇപ്പൊ മേജർ സർവീസ് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനിടയ്ക്ക് 80,000 കിലോമീറ്റർ ആയപ്പോ ക്ലച്ച് ചേഞ്ച് ചെയ്തു.
പിന്നെ അല്ലാണ്ടൊന്നും മേജർ ആയിട്ടൊന്നും ഇല്ല. ചെയ്തിട്ടില്ല. പിന്നെ ടയർ ഒരു 60 കിലോമീറ്റർ 80 കിലോമീറ്റർ 2 വട്ടം ടയർ മാറി ചേഞ്ച് ചെയ്തു. പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. കിലോമീറ്റർ മൈലേജ് വെച്ചിട്ടും പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. ഈ കാറുമായിട്ട് ഇപ്പൊ ലോങ് എല്ലാം പോകാറുണ്ടോ? ഞാൻ ഓൾ കേരള, അതായത് ഓൾ കേരള ഫുള്ള് ട്രാവൽ ചെയ്തിട്ടുണ്ട്. കംഫർട്ടബിൾ ആണ്? വളരെ കംഫർട്ടബിൾ ആണ്. ഓക്കെ. അത്യാവശ്യം നല്ല സസ്പെൻഷൻ ആണ്. പിന്നെ ഹാൻഡ്ലിങ് നല്ല സുഖമാണ്. കാരണം നമ്മള് ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, ഭയങ്കര ഈസിയാണ് ഹാൻഡ്ലിങ്ങും കാര്യങ്ങളും. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊന്നും. AC നല്ല തണുപ്പാണ്. നമുക്ക് ഭയങ്കര എന്താ പറയാ, ലൈറ്റ് ആയിട്ട് നമുക്ക് പോവാം. പിന്നെ ഒരു വലിയ വണ്ടിയുടെ ഒരു പവറോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് നോർമലി പോകേണ്ട അടുത്ത് ഒരു 200-300 കിലോമീറ്ററൊക്കെ പെർ ഡേ വെച്ച് നമ്മൾ ട്രാവൽ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. ഓക്കെ. ഈ വണ്ടിയായിട്ട് ഇപ്പം ഓൾ കേരള സഞ്ചരിക്കുന്നു പറഞ്ഞോണ്ട് പറഞ്ഞാണ്. ഇലക്ട്രിക് വണ്ടികൾക്ക് ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നം ചാർജിങ് സ്റ്റേഷനുകൾ ഇല്ല എന്നുള്ളതായിരുന്നു. അതുപോലെ നമ്മുടെ CNGക്ക് ഇതുപോലെ നമ്മൾ എല്ലാ പമ്പുകളിലും CNGയുടെ അവൈലബിലിറ്റി ഒരു പ്രശ്നമായിട്ട് തോന്നിയിരുന്നു. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം മുമ്പ് വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ ചേർത്തലയിൽ 1 അല്ലെങ്കിൽ ആലപ്പുഴയിൽ 1 ആയിരുന്നു, അല്ലെങ്കിൽ എറണാകുളത്ത് 2, അങ്ങനെ വളരെ കുറവായിരുന്നു. ബുദ്ധിമുട്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് മൊബൈൽ ത്രൂ 1-2 ആപ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ആപ്സ് വെച്ചിട്ട് ഫൈൻഡ് ചെയ്യും. പിന്നെ ഗൂഗിൾ മാപ്പ് വഴി CNG പമ്പുകളുടെ ലൊക്കേഷൻ ഉള്ള ഒരു ആപ്പ് ഉണ്ട്. നവിഗതി, അങ്ങനെ 1-2 ആപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ സറൗണ്ടിൽ അല്ലെങ്കിൽ ഓൾ കേരള അല്ലെങ്കിൽ പാൻ ഇന്ത്യ എവിടെയൊക്കെ CNG സ്റ്റേഷൻ ഉണ്ടെന്നുള്ളത് കാണിക്കും. അതെല്ലാം ആപ്പിൽ കാണിക്കും. അദാനി ഗ്യാസ് ഏജൻസി ആണ് ഇതിന്റെ മാസ്റ്റർ CNG. അപ്പൊ അവരായിട്ട് പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അതിനകത്ത് ഓൾ ഇന്ത്യ, പാൻ ഇന്ത്യ ഫുള്ള് ഈ CNG പമ്പിന്റെ ലിസ്റ്റും ലൊക്കേഷനും കാര്യങ്ങളും ഉണ്ട്. ഈ CNG വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ചില ആളുകൾ പറയാറുണ്ട് നമുക്ക് വലിവ് കുറവാണ്, എഞ്ചിൻ അത്രയും പെട്രോൾ വണ്ടി വലിക്കുന്ന അത്രയും വലിക്കാറില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ അത് ഒന്നാമത്തെ കാര്യം സ്വിച്ച് ചെയ്യുമ്പോൾ, ഇത് കാരണം ഇതൊരു സെമി ഹൈബ്രിഡ് ആണ് കാർ. അതായത് പെട്രോൾ കം CNG ആണ്. പെട്രോൾ സ്റ്റാർട്ട് ആയിട്ട് CNGയിലേക്ക് മാറുന്ന ആ ടൈമിങ്ങിന് CNGയിലേക്ക് വരുമ്പോൾ ചെറിയ ലാഗ് ഉണ്ടാവും. നമ്മൾ മാറ്റേണ്ട, അല്ല ഓട്ടോമാറ്റിക് ആണ്. പക്ഷെ ഈ പെട്രോളിൽ നിന്ന് ഓട്ടോമാറ്റിക്കൽ CNGയിലേക്ക് വരുമ്പോൾ ആ ഒരു ട്രാൻസ്മിഷൻ നടന്നൊരു സെക്കൻഡ്സ് ചെറിയ ലാഗ് ഉണ്ടാവും. അതാണ്. അല്ലാണ്ട് ഇപ്പൊ ഹൈ റേഞ്ച് ഇടുക്കിയൊക്കെ നമ്മൾ കട്ടപ്പനയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് വരെ വണ്ടിക്ക് പവർ കുറവായിട്ട് വന്നിട്ടില്ല. പക്ഷെ സ്വിച്ച് ചെയ്യുമ്പോൾ, അതായത് പെട്രോളിൽ നിന്ന് CNGയിലേക്കോ CNGയിൽ നിന്ന് പെട്രോളിലേക്ക് മാറുമ്പോൾ ചെറിയ സ്വിച്ചിങ് വരുമ്പോൾ ഈ ചെറിയ ലാഗ് ഉണ്ടാകാറുണ്ട്. അതേപോലെ ഇപ്പൊ ഇടുക്കിയിലൊക്കെ വണ്ടി ഓടിക്കുന്നല്ല പറഞ്ഞത്. അപ്പോ നമ്മുടെ ഹൈവേയിൽ ഓടിക്കുന്നതായിട്ട് നമ്മള് ആ ഒരു സൈഡിലൊക്കെ ഓടിച്ചപ്പോഴത്തേക്കും കയറ്റം കയറാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഇല്ല, അങ്ങനെ CNG ആണെന്ന് വെച്ചിട്ട് കയറ്റം കയറാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. വണ്ടിയുടെ പവറിന്റെ പോലെ വണ്ടി പോവും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ചിങ്, ലൈക്ക് പ്രഷറിന്റെ എന്തെങ്കിലും ഏരിയാസും വന്ന് CNGന്ന് പെട്രോളിലേക്ക് പോവുകയോ പെട്രോളിൽ നിന്ന് CNGയിലേക്ക് വരികയോ ചെയ്യുകയാണെങ്കിൽ ലാഗ് ഫീൽ ചെയ്യും. അത് ഒരു അതിന്റെ ഒരു ഡിഫക്റ്റ്. അത് ആ ഒരു സെക്കൻഡ് മാത്രമേ ഉള്ളൂ അല്ലേ? ഒരു 1-2-3 സെക്കൻഡ് നമുക്ക് ഫീൽ ചെയ്യും, ഡ്രൈവർക്ക് മാത്രം. മറ്റു പാസഞ്ചേഴ്സിനൊന്നും ഫീൽ ചെയ്യാറില്ല, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആർക്കും മനസ്സിലാവില്ല. ഓക്കെ. പിന്നെ ഇപ്പൊ CNG യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും പോരായ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്സിംഗ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? CNG നമ്മള് ഫ്യൂവൽ അടിക്കാനായിട്ട് അല്ലെങ്കിൽ പമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മള് പാസഞ്ചേഴ്സ് വിത്ത് ഡ്രൈവർ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. പുറത്തിറങ്ങി ഇപ്പൊ ഫാമിലി ആയിട്ടാണ് പോകണമെങ്കിൽ അത് ചെറിയ ബുദ്ധിമുട്ടാണ്. കാരണം കുഞ്ഞുണ്ടാവും, അമ്മയുണ്ടാവും. സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് അത്. പണ്ട് കാലത്ത് പെട്രോൾ കാറിനും ഉണ്ടായിരുന്നു എന്ന് പറയണം, നമുക്കറിയില്ല. അപ്പൊ CNG കാർ ആണെങ്കിൽ ഫില്ലിംഗ് ടൈമിന് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മാറി നിൽക്കണം പുറത്തേക്ക്. അത് എല്ലാവരും ഡ്രൈവറും പാസഞ്ചറും വണ്ടി എംപ്റ്റി ആയിരിക്കും. എല്ലാവരും ഇറങ്ങി മാറിയതിനു ശേഷമാണ് ഫില്ലിംഗ് തുടങ്ങുള്ളൂ, ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതൊരു പോരായ്മയായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും, കാരണം സേഫ്റ്റിയുടെ ഭാഗമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് ഇതിന്റെ ടാങ്ക് ഒന്ന് നോക്കിയാലോ. ഓക്കെ, ഇതാണ് നമ്മുടെ CNG ടാങ്ക് അല്ലേ? ഇതിപ്പം എത്ര ലിറ്ററിന്റെ കപ്പാസിറ്റി ഉണ്ട്? ലിറ്റർ അല്ല, ഇത് kg പറയാം. 10 kg എന്നാണ് പറയുക. 10 kg. സോ നമ്മളൊരു ഫുൾ ടാങ്ക് ഇപ്പൊ ഒരു 10 kg നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര റേഞ്ച് കിട്ടാറ്? ഈ 10 kg 10 kg ഫില്ല് ആവില്ല. മാക്സിമം ഒരു 9.2 9.3 ഫില്ല് ആവുള്ളൂ. ഓക്കെ, അപ്പൊ 9.2 നമുക്ക് എത്ര റേഞ്ച് കിട്ടാറ്? 250 കിലോമീറ്റർ വരെയൊക്കെ റേഞ്ച് കിട്ടും. നമ്മൾ ചോദിക്കാൻ പറഞ്ഞു, ഇപ്പൊ CNGയുടെ വില എത്രയാണ്? ഇപ്പൊ CNGയുടെ വില 96 രൂപ 98 രൂപ, അങ്ങനെ ഡിപ്പെൻസ്. അത് നമ്മുടെ ഈ ഷെയർ മാർക്കറ്റ് പോലെ അപ്പ് ആൻഡ് ഡൗൺസ് അതിനകത്തും ഉണ്ട്. അപ്പോ വണ്ടി എടുത്ത സമയത്ത് എത്രയായിരുന്നു? അത് ശരിക്കും 2022 ഇതിന്റെ വില 42 രൂപ 44 രൂപ ഞാൻ എടുക്കും. 42 രൂപയെന്നാണ് ഇപ്പൊ 90 റുപ്പീസിലേക്ക്. അപ്പോ ഇരട്ടി വിലയായി. അതായത് 40-ന്ന് 80-ലേക്കും 90-ലേക്കും എത്തി നിൽക്കുകയാണ്. അതെ, ഇരട്ടിയുടെ മേളിലേക്ക് പോയി. അപ്പോ ഞാൻ വാഹനം മേടിക്കുമ്പോൾ നമ്മുടെ മോസ്റ്റ്ലി അത്രയും വിലക്കുറവാണ് ഫ്യൂവലിന്. പിന്നെ മൈലേജും ഉണ്ട്. എനിക്ക്
ടൗണിൽ 30, ലോങ് ആണെങ്കിൽ 38, 40 വരെയൊക്കെ എനിക്ക് വണ്ടിയിൽ ലോങ് പോകുമ്പോൾ ടൗണിൽ 30 കിട്ടും. ടൗണിൽ 28, 30 അത് മിനിമം ആണ്, അതെന്തായാലും കിട്ടും. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന CNG അത്രയും എനിക്ക് ഓരോ വണ്ടിയുടെ കൂടി ആയിരിക്കാം മേ ബി. എനിക്ക് വണ്ടിക്ക് അത്യാവശ്യം 30 to 40 വരെയൊക്കെ ആവറേജ് മൈലേജ് കിട്ടുന്നു. ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ നല്ല ഹൈവേസ് ആണെങ്കിൽ ഒരു എബോ 35 എന്തായാലും കിട്ടും. ഇനി ഒരു ചോദ്യം, പെട്രോളിൽ ഓടിക്കാറുണ്ടോ ഇപ്പൊ? പെട്രോൾ ഞാനൊരു 1000 രൂപയ്ക്ക് ഒരു 6 മാസം മുമ്പ് അടിച്ചാണ്. ശ്രദ്ധിച്ചോളാം, 6 മാസം മുമ്പാണ് 1000 രൂപയ്ക്ക് അടിച്ചാണ്. അതായത് 10 ലിറ്ററിന് 6 മാസം മുമ്പ്. ഇപ്പോഴും അതിന്റെ പകുതിയോളം കിടപ്പുണ്ട്, തൊട്ടിട്ടില്ല. പെട്രോൾ ഓടിക്കൽ കുറവാണ്. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം എന്നെ ഉപദേശിച്ചിരുന്നു, എടാ നിന്റെ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് നീ വല്ലപ്പോഴും ആക്കില്ല, തുരുമ്പടിച്ചു പോകും, അപ്പൊ ഇടക്കെങ്കിലും അത് നീ ഒന്ന് ഫുള്ളാക്കിയിടണമെന്ന് പറഞ്ഞു. അത് ഇടയ്ക്ക് ഫുള്ളാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് റീഫിൽ ചെയ്ത് കൊടുത്താലും മതി അല്ലേ? അല്ല, അപ്പൊ അവൻ പറഞ്ഞ ഐഡിയ ഉണ്ട്. കാരണം എപ്പോഴും നമ്മൾ ഈ empty ടാങ്ക് ആയിട്ട് കിടക്കുമ്പോൾ തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇടയ്ക്കെങ്കിലും നമ്മളൊന്ന് ഫ്യൂല് പെട്രോൾ പ്ലാസ്റ്റിക് അല്ലേ ടാങ്ക്? അല്ല, എനിക്ക് അറിയില്ല, അവനെ സജസ്റ്റ് ചെയ്താണ് നീ ഇടയ്ക്കെങ്കിലും ഫുള്ള് നീ പെട്രോൾ അടിക്കുക, അല്ലെങ്കിൽ തുരുമ്പിച്ചു പോകുന്നതിനെ കളിയാക്കി പറഞ്ഞു. ഓക്കെ, ബട്ട് സ്റ്റാർട്ടിങ് എപ്പോഴും പെട്രോൾ തന്നെയാണ്. പെട്രോളിലെ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ, വിത്തിൻ സെക്കൻഡ്സ് അത് ഓട്ടോമാറ്റിക് CNG ലേക്ക് കൺവേർട്ട് ആവും. ഓക്കെ, സോ ഇത്രയും കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി, ഇതുപോലെ വേറെ വണ്ടികൾ നിങ്ങളുടെ ഏതെങ്കിലും പരിചയത്തിലുണ്ടോ? ഐ മീൻ എന്തെങ്കിലും കമ്മ്യൂണിറ്റി അങ്ങനെ കാര്യങ്ങൾ? ഇല്ല, കമ്മ്യൂണിറ്റീസ് ഒന്നും ഇല്ല. പിന്നെയുള്ള ഞങ്ങൾക്കുള്ളത് ഒരു റൈഡിംഗ് ക്ലബ് ഉണ്ട്, ഞങ്ങളുടെ RDX എന്നാണ് ഞങ്ങളുടെ റൈഡിംഗ് ക്ലബിന്റെ പേര്. അപ്പൊ മോസ്റ്റ്ലി അതിനകത്ത് ഞങ്ങൾ എല്ലാവരും ലോങ് ട്രിപ്പ് അല്ലെങ്കിൽ ലോങ് ജേർണിയൊക്കെ താല്പര്യമുള്ളവരും ട്രാവൽ ഇഷ്ടമുള്ളവരും ഒക്കെയാണ് കൂടുതലും. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രായാധിക്യത്താൽ അല്ലെങ്കിൽ ഇപ്പൊ വന്ന പ്രശ്നങ്ങളാൽ അത് കുറച്ച് കുറഞ്ഞു പോയി. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം പറയാറുള്ളതും ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ മെയിൻ്റനൻസും. കാരണം മോസ്റ്റ്ലി കൂടുതലും കാർ ലവേഴ്സ് ആണ് കൂടുതൽ ഉള്ള പിള്ളേരെല്ലാം. അപ്പൊ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കസിൻ ഒരു ചങ്ക് ഫീലാണ്. അപ്പൊ വണ്ടി നമ്മളെല്ലാവരും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാറ്, ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ അവരൊക്കെ എന്നേക്കാൾ അപ്പുറം മെയിൻറ്റെയിൻ ചെയ്യണവരും അത്രയും കാർ ലവേഴ്സ് ആണ്. അപ്പൊ മോസ്റ്റ്ലി ഞങ്ങളെല്ലാരും ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ ഇപ്പൊ ഈ ടോപ്പ് ബോക്സ്, ഞാനത് ആ ഒരു ഇതിലേക്ക് വരികയായിരുന്നു. ടോപ്പ് ബോക്സ് ശരിക്കും ഈ ഒരു CNGയുടെ ടാങ്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് ഫുള്ളി കവേർഡായി പോവുകയാണ്. സോ നമ്മൾ നേരത്തെ കണ്ട പോലെ അവിടെ ഫുള്ളി കവേർഡായി പോവാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പ് ബോക്സ് വെച്ചതല്ലേ? സോ ഇത് പലർക്കും അറിയില്ല. ഇത് വെച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കാറുണ്ടോ? ഉണ്ട്. അതായത് ഇപ്പോ നമ്മളോട് ചോദിക്കാത്തവരുണ്ട്, ചോദിക്കാത്തവര് പ്രസ്സാണ്, ബോട്ടാണ്, വട്ടവർ, അവര് പലതും ചിന്തിക്കും. ചോദിക്കുന്നവരോട് നമ്മൾ കാര്യം പറയും, ഡിക്കി സ്പേസ് ഇല്ല, അപ്പൊ നമുക്ക് അത്രയും സ്ഥലം ബുദ്ധിമുട്ടാവും. ഫാമിലിയായിട്ട് പോകുമ്പോൾ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ബാഗും കാര്യങ്ങളും കീപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തത്. അപ്പൊ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവന്റെ ബോക്സ് ഞാൻ 2 ദിവസം ഉപയോഗിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടത്. കാരണം അവൻ അത് എനിക്കത് യൂസ്ഫുൾ ആണെന്ന് തിരിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ അവനോട്ട് പ്ലാൻ ചെയ്ത് ഞങ്ങൾ എടുത്താണിത്. ഇത് വെച്ചോടുകൂടി വണ്ടിയുടെ ലുക്കും മാറി, എന്റെ ആവശ്യങ്ങളും നടന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് ശരിക്കും സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മുടെ. നല്ല അത്യാവശ്യ സാധനങ്ങളെല്ലാം. ഇത് പ്ലാസ്റ്റിക് ആണല്ലേ? അതെ. ഇത് ഏകദേശം എത്ര കോസ്റ്റ് ആയിരുന്നു? അപ്പൊ ഇത് ഇപ്പോഴത്തെ വില 30 രൂപ മേളിലെന്തോ ആണ്. നമ്മൾ എടുക്കുമ്പോൾ 26, 28 അങ്ങനെ എന്തോ 2 വർഷം മുമ്പാണ് എടുത്തത്. ഇപ്പോഴത്തെ വില 30 രൂപ അടുത്താണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. കൂടിയോ കുറഞ്ഞോ? വില കൂടാനാണ് ചാൻസ്. അതെ, കാരണം എല്ലാ സാധനവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇത് നല്ലൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് വെച്ചോണ്ട് പോകുമ്പോ ഇതുപോലെ ആളുകൾ ചോദിച്ചിട്ടില്ലേ, നമുക്കൊരു അപ്പിയറൻസ്, ഒരു റോഡ് ക്യാച്ചിങ്, ഇത് അറ്റൻഷൻ സീക്കർ ആണ്. രണ്ടാമത്തെ അതിനോട് കൂടുതലും ചോദിക്കുക പോലീസ് പിടിച്ചിട്ടുണ്ടോ, പോലീസ് ചോദിച്ചിട്ടില്ലേ? അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഇതിപ്പം പോലീസ് എങ്ങനെയാണ് ഇതിനോട്? അതായത് ഇപ്പോ നമ്മള് പോലീസിന് ഇത് വണ്ടിയുടെ മേളിൽ തന്നെ കേസുകളിൽ സമീപനം വളരെ നല്ലതാണ്. അതായത് മുമ്പിലോ പുറകിലോ വെച്ചാലുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. മേളിൽ വെക്കണത് ഇന്ന് വരെ നമുക്ക് ഫൈനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും ഇതുപോലെ പോലീസ് ചെക്കിങ് വരുമ്പോൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഇത് ഇന്ന് വരെ ഒരു ഫൈനോ കാര്യങ്ങളോ നമുക്ക് വന്നിട്ടില്ല. പോലീസുകാർ വളരെ സൗഹൃദപരമായിട്ടാണ് ഇതിനകത്ത് പെരുമാറാറുള്ളത്. പിന്നെ ഇത് ഓൾറെഡി നമുക്ക് CNG ആയതുകൊണ്ട് നമ്മളിത് ഭംഗിക്ക് വേണ്ടിയിട്ടല്ല വെച്ചിരിക്കുന്നത്, നമ്മൾ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ഫീച്ചർ ആണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ CNG ഉള്ള വാഹനങ്ങൾക്ക് സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് എവിടെ നിന്നാണ് ഫിറ്റ് ചെയ്തത്? ഇത് എറണാകുളത്ത് നമ്മുടെ ഒരു ഈ പറഞ്ഞൊരു സുഹൃത്തിന്റെ, അവൻ അവിടെ നിന്നാണ് അത് ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അവൻ സജസ്റ്റ് ചെയ്ത് അവിടെ തന്നെയാണ് ചെയ്തത്. വളരെ നന്നായിട്ട് ചെയ്തു തന്നു. ഇടയ്ക്ക് ഞാനൊരു 6 മാസം കൂടുമ്പോൾ ഇടയ്ക്ക് മെയിൻ്റെനൻസ്, കാരണം ഇത് ഫിറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അവിടെ പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് ഞങ്ങൾ. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ഒരു യൂസ്ഫുൾ ഫീച്ചർ ആയി.
സോ ഇപ്പം ഈ വണ്ടി ഓടിച്ചിട്ട് എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഫീച്ചർ അങ്ങനെ ഇപ്പൊ എല്ലാ വണ്ടികളിലെല്ലാം ഫീച്ചറിസ്റ്റിക് ആണല്ലോ, ഫീച്ചർ ലോഡഡ് ആണെന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത് കുറച്ച് പഴയ വണ്ടിയാണ്, നിർത്തിപ്പോയ വണ്ടിയാണ്. അപ്പോ അതിന്റെ എന്തെങ്കിലും മിസ്സിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീച്ചർ വേണോന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ലൈക്ക് ഫീച്ചർ വേണമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മള് മൈലേജ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചിന്ത കൊണ്ട് നമുക്ക് ഫീച്ചർ വേണമെന്നില്ല. അപ്പൊ നമുക്ക് മൈലേജ് ഓക്കെയാണ്, ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്നിടത്ത് നമുക്ക് വിചാരിക്കണ ഫണ്ടിൽ നമുക്ക് പോയിട്ട് വരാൻ പറ്റും. സോ അപ്പൊ നമ്മള് ഫീച്ചർ നമ്മള് തൽക്കാലം സോ നമ്മൾ വണ്ടിയുടെ സർവീസിനെ കുറിച്ച് സംസാരിച്ചു. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നേരിട്ടിട്ടില്ല അല്ലെ? അങ്ങനെ വഴിയിലെ കടത്തിന്റെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. സർവീസ് എല്ലാം നമ്മള് ഷോറൂം സർവീസ് തന്നെയാണ്. ലക്കിന് കിട്ടിയ ഒരു വണ്ടിയാണ് ശരിക്കും. നമ്പറും ഫാൻസി കിട്ടി 7077. അപ്പോ ഒരു ജെമ്മാണ് ശരിക്കും. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനിയിപ്പോ ഒരു അപ്ഗ്രഡേഷൻ ഉടനെ ഉണ്ടാവുമോ? ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞ പോലെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് EV വരുമ്പോൾ അതിനകത്തേക്ക് ഒരു ചെറിയ നോട്ടമുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ സംസാരം ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ RDX ക്ലബിൽ സംസാരിക്കുമ്പോൾ ടിയാഗോ ആണ് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത്. കാരണം അതാവുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നമ്മുടെ ഫണ്ടിലും പരിപാടി നടക്കുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞ് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്ത് നീനൊക്കെ SUV-യോ അല്ലെങ്കിൽ ലൈക്ക് കുറച്ചുകൂടി വലിയൊരു വണ്ടി നോക്കിക്കൂടെ എന്നുള്ളൊരു ചോദ്യം. കാരണം ഇപ്പൊ ഇതിനിപ്പോ അത്യാവശ്യം ഹൈറ്റ് വരുന്നത് ടിയാഗോ ആകുമ്പോൾ ഹൈറ്റ് കുറവാണ്. പിന്നെ ഇപ്പം EV ആണെങ്കിലൊക്കെ ടെക്നോളജീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ലിഥിയം ബാറ്ററി ആയിരുന്നു, ഇപ്പൊ അത് ബ്ലേഡ് ബാറ്ററിയിലേക്ക് വില കൂടിയ വണ്ടിയിലാണ് ഇപ്പൊ വരുന്നത്. പിന്നെ EV സബ്സ്ക്രിപ്ഷൻ ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പല EV-കളുടെയും വില നോർമൽ IC കാറിന്റെ സെയിം ടു സെയിം ആയി വരുന്നുണ്ട്. ഇപ്പൊ MG-യുടെ വിൻസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 16 lakhs 17 lakhs ആ വണ്ടി ഓൺ റോഡ് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഈ അടുത്ത് ക്രെറ്റ ലോഞ്ച് ചെയ്തു. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. ക്രെറ്റ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഹെവി വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ കാർ ലവേഴ്സ് ആയതുകൊണ്ടും മോസ്റ്റ്ലി നമ്മുടെ ഫ്രണ്ട്സിൽ ഇറങ്ങുന്ന ഭയങ്കര താല്പര്യമായിരിക്കും. പിന്നെ ഈ ബഡ്ജറ്റ് വരുമ്പോഴാണ് നമ്മൾ വേണോ വേണ്ടയോ എന്നുള്ളത് ആശങ്ക വന്ന് അതങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു EV വരികയോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും EV-യിലേക്ക് സ്വിച്ച് ചെയ്യും. സോ അതൊക്കെയാണ് നമ്മുടെ ഒരു സാൻട്രോ CNG-യുടെ വിശേഷങ്ങൾ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എന്താണെങ്കിലും താങ്ക് യു വെരി മച്ച്. ഹാവ് എ സേഫ് റൈഡ്. താങ്ക് യു.